ഭൂമി കുംഭകോണ കേസിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ ഗവർണറുടെ നടപടിയെ കടുത്ത ഭാഷയിലാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിമർശിച്ചത്. ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ടിന്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമവിരുദ്ധമാണെന്നും സിദ്ധരാമയ്യ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. ഗവർണറുടെ തീരുമാനം പുറത്തു വന്നതിന് മണിക്കൂറുകൾ പിന്നിടും മുൻപാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ഉണ്ടായത്. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. രാജിവെക്കാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷം രാജി ആവശ്യപ്പെട്ടതിനെ കുറിച്ച് അദ്ദേഹം ബംഗളൂരുവിൽ മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടി. മന്ത്രിസഭ മുഴുവനും പാർട്ടി ഹൈക്കമാൻഡും MLA-മാരും ഒക്കെ തനിക്കൊപ്പമുണ്ടെന്നും സിദ്ധരാമയ്യ എടുത്തു പറയുന്നുണ്ട്. BJP-യും JDS-ഉം ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ താഴെയിറക്കാനായി നടത്തുന്ന ഗൂഢാലോചനയാണിതെന്നും സിദ്ധരാമയ്യ തുറന്നടിച്ചു. പ്രദീപ് കുമാർ, TJ എബ്രഹാം, സ്നേഹാമയി കൃഷ്ണ എന്നീ 3 ആക്ടിവിസ്റ്റുകൾ നൽകിയ ഹർജിയെ തുടർന്നാണ് മുഠ ഭൂമി കുംഭകോണ കേസിൽ ഗവർണർ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂഷൻ ചെയ്യാൻ അനുമതി നൽകിയത്. സിദ്ധരാമയ്യയുടെ ഭാര്യ BM പാർവതിക്ക് മൈസൂരു പരിസരത്ത് 14 ബദൽ സൈറ്റുകൾ അനുവദിച്ചത് നിയമവിരുദ്ധമാണെന്നും ഇത് ഖജനാവിന് 45 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സിദ്ധരാമയ്യ, ഭാര്യ, മകൻ S. യതീന്ദ്ര, മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരാണ് പരാതിയിൽ പറയുന്നത്. എന്നാൽ തന്റെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം അനുവദിച്ചുവെന്ന് പറയുന്ന ഭൂമി 1998-ൽ സഹോദരൻ മല്ലികാർജുന സമ്മാനിച്ചതാണെന്ന് സിദ്ധരാമയ്യ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ 2004-ൽ മല്ലികാർജുന ഇത് അനധികൃതമായി സമ്പാദിക്കുകയും സർക്കാർ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാജരേഖകൾ ചമച്ച് 98-ൽ രജിസ്റ്റർ ചെയ്തതാണെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. അതേസമയം ഭൂമി കുംഭകോണ വിവാദത്തിൽ സിദ്ധരാമയ്യയ്ക്ക് വേണ്ടി സംസാരിച്ച് DK ശിവകുമാർ രംഗത്തു വന്നിരുന്നു. ഇതൊരു ഗൂഢാലോചനയാണെന്നും സർക്കാർ സർവ്വശക്തിയുമെടുത്ത് അതിനെ പ്രതിരോധിക്കുമെന്നും DK ശിവകുമാർ തുറന്നടിച്ചു. വിഷയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നാണ് ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഗവർണറുടെ ഓഫീസിനെ ഉപയോഗിച്ച് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് BJP ശ്രമിക്കുന്നത്. ഇത് ദൗർഭാഗ്യകരമാണ്. അദ്ദേഹം രാജിവെക്കുന്ന പ്രശ്നമില്ല. അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുമെന്നും DK ശിവകുമാർ മാധ്യമപ്രവർത്തകരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇതിനു പുറമെ ഗവർണർ സ്വീകരിച്ച നടപടികൾ പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്ന് മന്ത്രി കൃഷ്ണ ഭേരഗൌഡയും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതായാലും കുംഭകോണ കേസിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ചോദ്യം ചെയ്യാൻ അനുമതി നൽകിയ ഗവർണറുടെ തീരുമാനത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കർണാടക സർക്കാർ ഒരുങ്ങുകയാണ്. സിദ്ധരാമയ്യ നാളെ ഹൈക്കോടതിയെ സമീപിക്കും. കേസ് ഗൂഢാലോചനയാണെന്ന് സിദ്ധരാമയ്യ ആരോപിച്ചിട്ടുണ്ട്. സിദ്ധരാമയ്യയ്ക്കു വേണ്ടി കോൺഗ്രസിലെ ഡൽഹിയിൽ നിന്നുള്ള പ്രമുഖ അഭിഭാഷകരാവും കേസ് വാദിക്കുക. കേസിൽ സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് കഴിഞ്ഞ ദിവസമാണ് അനുമതി നൽകിയത്. ഗവർണർക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 2023 മെയ് 20 മുതൽ കർണാടക മുഖ്യമന്ത്രിയായി തുടരുന്ന കർണാടകയിൽ നിന്നുള്ള മുതിർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവാണ് K. സിദ്ധരാമയ്യ. 2013 മുതൽ 18 വരെ കർണാടക മുഖ്യമന്ത്രി, 19 മുതൽ 23 വരെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, 2 തവണ കർണാടക ഉപമുഖ്യമന്ത്രി, 8 തവണ നിയമസഭാംഗം, സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സിദ്ധരാമയ്യക്കെതിരെ ഇത്ര വലിയ അഴിമതി ആരോപണം ഉയരുന്നത്.